നമസ്കാരം. ദിവ്യ എസ് അയ്യർ മുൻ ഇടതുപക്ഷ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചത് മുതൽ വിവാദം തുടങ്ങിയിരിക്കുന്നു. ആ സംഭവം വലിയ തോതിൽ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ, അതായത് കെ ശബരിനാഥിന്റെ ഭാര്യ കൂടിയായ ദിവ്യ എസ് അയ്യരുടെ പ്രവൃത്തി കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അന്ന് തന്നെ നേതാക്കൾ നീരസം വലിയ തോതിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് ദിവ്യ എസ് അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കൂടിയായ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരൺ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൽ ദിവ്യ കോൺഗ്രസ്സുകാരെ ഒന്നടക്കം, അതായത് ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന തരത്തിൽ, അതായത് കോൺഗ്രസ്സുകാരെ തള്ളിപ്പറയുന്ന രീതിയിലാണ് ദിവ്യ ഇന്നലെ വിഴിഞ്ഞത്ത് പിണറായി വിജയനെ മാത്രം ഉയർത്തി പറഞ്ഞുകൊണ്ട് പൊക്കി പറഞ്ഞത്. അതിന്റെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. വൻകിട പദ്ധതികളെ കടലാസിൽ ഒതുക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് വിഴിഞ്ഞം തുറമുഖ ഡയറക്ടറായ ദിവ്യ ഉദ്ഘാടന വേദിയിൽ പ്രസംഗിച്ചത്. ഇതാണ് മുൻ കോൺഗ്രസ് MLA ശബരിനാഥന്റെ ഭാര്യയായ ദിവ്യക്കെതിരെ കോൺഗ്രസ് തിരിയാൻ പ്രധാന കാരണം. പ്രിയപ്പെട്ട ദിവ്യ എന്ന് അഭിസംബോധന ചെയ്താണ് സരിൻ തുടങ്ങുന്നത്. കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുമ്പും നടപ്പിലാക്കിയിട്ടുണ്ട്. ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ദിവ്യയെ. ഒന്ന് മാത്രം പറയാം. മുമ്പ് മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, അവർ പറഞ്ഞു തരും. കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഒരുപാടുണ്ട്. പ്രായവും അനുഭവവും ചെറുതായത് കൊണ്ടാണ് ഇത്തരം ധാരണപ്പിശകുകൾ ഉണ്ടാകുന്നത്. അത് തിരുത്തിയാൽ ദിവ്യയ്ക്ക് നന്ന് എന്ന് സരിൻ പറയുന്നുണ്ട്. മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് സരിൻ. ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറൽ കസേരയിൽ ഇരുന്നാണ് രാജിവെച്ച് സരിൻ രാഷ്ട്രീയത്തിലേക്ക് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ദിവ്യയെ വിമർശിക്കാൻ കഴിയുമെന്ന് സരിൻ പറയുന്നുണ്ട്. ഇങ്ങനെ പുകഴ്ത്തി പറയാതിരിക്കാം എന്നല്ലേ ഞാൻ പറഞ്ഞത്. പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് പറഞ്ഞത്. മിതത്വം പാലിക്കണം. അത് ദിവ്യ ചെയ്തില്ല. ദിവ്യ തിരുത്തിയില്ലെങ്കിൽ തിരുത്താനുള്ള ഉത്തരവാദിത്തം ഞങ്ങളെ പോലുള്ളവർക്ക് ഉണ്ടെന്ന് സരിൻ പറയുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി പദത്തിലേക്ക് കൊണ്ടുവന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം വിഴിഞ്ഞം ട്രയൽ റൺ ചടങ്ങിൽ ദിവ്യ പ്രസംഗിച്ചത്. ഇത് വിവാദമായി തുടരുമ്പോൾ തന്നെ ദിവ്യ എസ് അയ്യർ ചടങ്ങിൽ പിണറായിയെ പുകഴ്ത്തി പറഞ്ഞ് രംഗത്തെത്തിക്കൊണ്ടിരുന്നു. അതായത് ദിവ്യ എസ് അയ്യർ ആദ്യം പറയേണ്ടിയിരുന്നത് ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ചുകൊണ്ട് പറയേണ്ട ഒരു കാര്യമായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് തറക്കല്ലിട്ടത്. ഉമ്മൻചാണ്ടി എന്ന ആ നല്ല രാഷ്ട്രീയ നേതാവിന്റെ പേര് പോലും ഉച്ചരിക്കാതെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഓരോ ദിവസവും ദിവ്യ ഉയർത്തുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നറിയില്ല. ദിവ്യ, ഈ പിണറായി സർക്കാർ 5 വർഷം കഴിയുമ്പോൾ മാറും, അടുത്ത സർക്കാർ വരും. അല്ലാതെ ആജീവനാന്തം മുഖ്യമന്ത്രിയായി പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരോ കേരളത്തിൽ ഭരിക്കില്ല. അധികാരത്തിന്റെ അങ്ങേയറ്റത്തുള്ള കസേര കണ്ടിട്ടാണ് താങ്കൾ ഭരിക്കുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ തലയ്ക്ക് മീതെ ഉയർത്തി വയ്ക്കുന്നതെങ്കിൽ അതൊരു IAS ബ്യൂറോക്രാറ്റിന് ചേർന്ന പണിയല്ല എന്ന് ആദ്യമേ പറയുകയാണ്. IAS എന്നാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്, അല്ലാതെ ഇന്ത്യൻ ആക്ടിംഗ് സർവീസ് അല്ല എന്ന് ദിവ്യ എസ് അയ്യർ മനസ്സിലാക്കണം. താങ്കളുടെ ഭർത്താവ് K ശബരിനാഥൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് IAS ആയിട്ട് ഭരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി ട്രെയിനിങ് അക്കാഡമിയിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചു തന്നത് അത് വേണം ഇവിടെയും കാണിക്കാൻ. അല്ലാതെ സകല രാഷ്ട്രീയക്കാരന്മാരുടെ ഉഡായിപ്പ് കാണിച്ച് അവരുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുകയല്ല വേണ്ടത്. അങ്ങനെ നിൽക്കുന്നതിൽ വഴി മറ്റ് IAS ഉദ്യോഗസ്ഥർക്കും കൂടെ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് താങ്കളായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്നുണ്ടെന്ന് താങ്കൾ ഓർക്കുക.